ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. PSC അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. LGS, LDC, ഫീൽഡ് വർക്കർ, OA തുടങ്ങിയ തസ്തികകൾക്ക് വേണ്ടി ഡിസംബറിൽ നടക്കാനിരിക്കുന്ന 10th ലെവൽ സ്ക്രീനിംഗ് ടെസ്റ്റ് സിലബസിൻ്റെ 6ാം ഭാഗമാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ ജനകീയ മുന്നേറ്റങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവും അയ്യങ്കാളി, ചട്ടമ്പിസ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, BT ഭട്ടതിരിപ്പാട്, കുമാരഗുരുദേവൻ, മന്നത്ത് പത്മനാഭൻ, ഇങ്ങനെ പോകുന്ന നവോത്ഥാന നേതാക്കൾ. ഇതേ വിഷയം നവംബറിൽ നടക്കാനിരിക്കുന്ന LP UP അസിസ്റ്റൻ്റ് പരീക്ഷയുടെ സിലബസിലും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന +2 തല പരീക്ഷകളുടെ സ്ക്രീനിംഗ് ടെസ്റ്റിലും ഡിഗ്രി തല പരീക്ഷകളുടെ സ്ക്രീനിംഗ് ടെസ്റ്റിലും ഇതേ വിഷയം സിലബസിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ PSCയുടെ സ്ക്രീനിംഗ് ടെസ്റ്റുകളെ നേരിടാനും മറ്റ് ടെസ്റ്റുകളെ നേരിടുവാനും ഉദ്യോഗാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിനായി ആരംഭിക്കുന്ന ക്രാഷ് കോഴ്സിൻ്റെ 1ാം എപ്പിസോഡിൽ അവതരിപ്പിക്കുന്നത് കേരളത്തിലെ ജനകീയ മുന്നേറ്റങ്ങളെയും അവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരെയുമാണ്. സ്വാതന്ത്ര്യലബ്ധിക്കായി ചട്ടങ്ങൾ മാറ്റിമറിക്കുന്നതിനായി, അയിത്തവും അനാചാരവും ഉന്മൂലനം ചെയ്യുന്നതിനായി, ഒരു പുതിയ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനായി ധാരാളം പ്രക്ഷോഭങ്ങളിലൂടെ, കലാപങ്ങളിലൂടെ, സമരങ്ങളിലൂടെ കേരളം കടന്നുപോയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നു കേരളത്തിലെ പ്രക്ഷോഭങ്ങളെപ്പറ്റി, കലാപങ്ങളെപ്പറ്റി, സമരങ്ങളെപ്പറ്റി. കേരളത്തിലെ ആദ്യകാല സമരങ്ങൾ ഏതൊക്കെയൊന്ന് നോക്കൂ. 5 തെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം. നമുക്കെപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 2 കലാപങ്ങളാണ് 5 തെങ്ങ് കലാപവും ആറ്റിങ്ങൽ കലാപവും. എന്തുകൊണ്ടെന്നാൽ ഈ 2 കലാപങ്ങളും നടന്നത് ബ്രിട്ടീഷുകാർക്കെതിരെയാണ്. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 5 തെങ്ങ് കലാപം നടന്നത് 1697 5 തെങ്ങ് കലാപം നടന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഇന്ത്യയിലെ ആദ്യ കലാപം അല്ലെങ്കിൽ ആദ്യ പ്രക്ഷോഭമാണ് 5 തെങ്ങ് കലാപം. 1721 അതായത് 5 തെങ്ങ് കലാപം നടന്ന് 24 വർഷങ്ങൾക്ക് ശേഷം നടന്ന കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം. ഇനി ഒരിക്കലും കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ പ്രക്ഷോഭം 5 തെങ്ങ് കലാപവും, ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ആറ്റിങ്ങൽ കലാപവുമാണ്. ആദ്യ സമരം അല്ലെങ്കിൽ ആദ്യ പ്രക്ഷോഭമാണ് 5 തെങ്ങ് കലാപം. ആദ്യ സംഘടിത കലാപം അല്ലെങ്കിൽ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം. കേരളവർമ്മ പഴശ്ശിരാജ 1793 മുതൽ 1805 വരെ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പോരാട്ടം കേരള ചരിത്രത്തിലെ നമ്മെ ആവേശഭരിതമാക്കുന്ന, ത്രസിപ്പിക്കുന്ന അധ്യായമാണ്. ഈ പോരാട്ടം പഴശ്ശി സമരം അല്ലെങ്കിൽ പഴശ്ശി യുദ്ധം എന്നറിയപ്പെടും. പഴശ്ശി രാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ സ്വീകരിച്ചത് ഗറില്ല യുദ്ധമുറയാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങളാണ് 1ാം പഴശ്ശി യുദ്ധത്തിന് കാരണമായത്. 1793 മുതൽ 1797 വരെ 1ാം പഴശ്ശി യുദ്ധം നീണ്ടുനിന്നു. പഴശ്ശി രാജാവിനെ തോൽപ്പിക്കുക ദുഷ്കരമെന്ന് മനസ്സിലാക്കി ബ്രിട്ടീഷുകാർ പഴശ്ശി രാജാവുമായി സന്ധി ചെയ്തുകൊണ്ട് യുദ്ധം അവസാനിപ്പിച്ചു. 1ാം പഴശ്ശി യുദ്ധം 1793 മുതൽ 1797 വരെ 4 വർഷം നീണ്ടുനിന്നു. പഴശ്ശി രാജാവിനെ തോൽപ്പിക്കുക ദുഷ്കരമെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ പഴശ്ശി രാജാവുമായി സന്ധി ചെയ്തുകൊണ്ട് യുദ്ധം അവസാനിപ്പിച്ചു. ഇങ്ങനെ സന്ധി ചെയ്യുന്നതിന് ഇടനിലക്കാരനായി നിന്നത് ചിറയ്ക്കൽ രാജാവാണ്. എന്നാൽ 1800 ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് 2ാം പഴശ്ശി യുദ്ധത്തിന് കാരണമായി. 1800 ആരംഭിച്ച 2ാം പഴശ്ശി യുദ്ധം 1805 വരെ നീണ്ടുനിന്നു. ബ്രിട്ടീഷുകാർ പഴശ്ശി രാജാവിനെ നേരിടാൻ നിയോഗിച്ച സൈനിക മേധാവിയാണ് ആർതർ വെല്ലസ്ലി. വെല്ലിംഗ്ടൺ പ്രഭു എന്നറിയപ്പെടുന്ന ആർതർ വെല്ലസ്ലി പഴശ്ശി രാജാവിനെ നേരിടുവാൻ കോൾക്കാർ എന്ന സൈനിക സംഘം രൂപീകരിച്ചു. പഴശ്ശി രാജാവിനെ വധിക്കാൻ ഉത്തരവിട്ട ബ്രിട്ടീഷുകാരനായ തലശ്ശേരി സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാബർ. 1805 നവംബർ 30 പഴശ്ശി രാജ വെടിയേറ്റു മരിച്ചു. 1805 നവംബർ 30 കേരളവർമ്മ പഴശ്ശി രാജ വെടിയേറ്റു മരിച്ചു. ഇതോടെ 2ാം പഴശ്ശി യുദ്ധം അവസാനിച്ചു. 2ാം പഴശ്ശി യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലയ്ക്കൽ ചന്തു. പഴശ്ശിരാജ, ടിപ്പു സുൽത്താൻ, നെപ്പോളിയൻ എന്നിവരെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷുകാരനാണ് ആർതർ വെല്ലസ്ലി. കേരളവർമ്മ പഴശ്ശിരാജ കേരള സിംഹമെന്നും
പുരളി ശമനെന്നും അറിയപ്പെടുന്നു. പഴശ്ശി കലാപത്തിന്റെ പ്രധാന കേന്ദ്രം പുരളിമലയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പുരളി ശമനെന്നറിയപ്പെട്ടത്. കേരളവർമ്മ പഴശ്ശിരാജാവിനെ കേരള സിംഹമെന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ.എം. പണിക്കരാണ്. സർദാർ കെ.എം. പണിക്കർ രചിച്ച നോവലുകൾ കേരള സിംഹം, പറങ്കിപ്പടയാളി. പഴശ്ശിരാജയെ കഥാപാത്രമാക്കി പി. കുഞ്ഞിരാമൻ നായർ രചിച്ച കൃതിയാണ് പുള്ളിമാനും പഴശ്ശിയും. പഴശ്ശി സ്മാരകം, പഴശ്ശി മ്യൂസിയം. പഴശ്ശി സ്മാരകം മാനന്തവാടിയിൽ സ്ഥിതി ചെയ്യുന്നു. പഴശ്ശി മ്യൂസിയം കോഴിക്കോട് സ്ഥിതി ചെയ്യുന്നു. ഇവ തമ്മിൽ തെറ്റിപ്പോകരുത്. സ്മാരകം പഴശ്ശി സ്മാരകം മാനന്തവാടിയിൽ, മ്യൂസിയം പഴശ്ശി മ്യൂസിയം കോഴിക്കോട്, പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ്. 1805 കേരളവർമ്മ പഴശ്ശിരാജയുടെ വധത്തിന് ശേഷം വയനാട് മേഖലയിലെ ബ്രിട്ടീഷ് തേർവാഴ്ചയ്ക്കും സാമ്പത്തിക ചൂഷണത്തിനുമെതിരെ ആദിവാസികൾ നടത്തിയ സായുധ കലാപമാണ് കുറിച്യർ ലഹള. കുറിച്യർ ലഹള നടന്നത് 1812 വയനാട്ടിലാണ് കുറിച്യർ ലഹള നടന്നത്. ഈ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി. ചാന്നാർ ലഹള 1859 നാടാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളുടെ മാറുമറയ്ക്കുന്നതിനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ പൊട്ടിപ്പുറപ്പെട്ട ലഹളയാണ് ചാന്നാർ ലഹള. നാടാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളുടെ മാറുമറയ്ക്കുന്നതിനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ പൊട്ടിപ്പുറപ്പെട്ട ലഹളയാണ് ചാന്നാർ ലഹള. മാറുമറയ്ക്കൽ സമരത്തിന് അല്ലെങ്കിൽ ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായ നവോത്ഥാന നായകനാണ് അയ്യാ വൈകുണ്ഠസ്വാമികൾ. അയ്യാ വൈകുണ്ഠസ്വാമികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് 1859 ചാന്നാർ ലഹള നടന്നത്. മുക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവും കേരളീയർക്ക് വിസ്മരിക്കാനാവാത്ത രണ്ട് സമരങ്ങളാണിവ. 1860 ഈ സമരങ്ങൾ നടന്നത്. മുക്കുത്തി സമരത്തിനും അച്ചിപ്പുടവ സമരത്തിനും നേതൃത്വം നൽകിയത് നവോത്ഥാന നായകനായ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. നവോത്ഥാന നായകനായ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ് മുക്കുത്തി സമരത്തിനും അച്ചിപ്പുടവ സമരത്തിനും നേതൃത്വം നൽകിയത്. രക്തസാക്ഷിയായി തീർന്ന, അതായത് വധിക്കപ്പെട്ട ആദ്യത്തെ നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 1865 ആയില്യം തിരുനാൾ മഹാരാജാവ് പുറപ്പെടുവിച്ച വിളംബരം പണ്ടാരപ്പാട്ട വിളംബരം നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. കുടിയാന് പാട്ടവസ്തുക്കളുടെ മേൽ അവകാശം സ്ഥിരപ്പെടുത്തി കൊടുത്തുകൊണ്ട് ആയില്യം തിരുനാൾ മഹാരാജാവ് പുറപ്പെടുവിച്ച വിളംബരമാണ് പണ്ടാരപ്പാട്ട വിളംബരം. ആയില്യം തിരുനാൾ മഹാരാജാവ് 1865 ഈ വിപ്ലവകരമായ വിളംബരം പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത്. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരമാണ് പണ്ടാരപ്പാട്ട വിളംബരം. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ പണ്ടാരപ്പാട്ട വിളംബരം എന്നുത്തരം നൽകുക. പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് 1865. പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാൾ മഹാരാജാവ്. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന 3 ഐതിഹാസിക സമരങ്ങൾ കൂടി ഇത്തരണത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്. അവയിൽ ആദ്യത്തേത് 1893 വില്ലുവണ്ടി യാത്രയാണ്. രാജപാതയിൽ അവർണക്ക് നടക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. ഈ അവകാശം നിയമപരമായി സ്ഥാപിച്ചു കിട്ടുന്നതിനായിരുന്നു ബാലരാമപുരത്ത് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്. 1893 വില്ലുവണ്ടി യാത്ര. 1915 90-ാം ആണ്ട് ലഹളയ്ക്കും 1915 പെരിനാട് ലഹള എന്നറിയപ്പെടുന്ന കല്ലുമാല സമരത്തിനും നേതൃത്വം നൽകിയതും അയ്യങ്കാളിയാണ്. അയ്യങ്കാളി നേതൃത്വം നൽകിയ 3 സമരങ്ങളെപ്പറ്റി നാം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. 1893 വില്ലുവണ്ടി യാത്ര, 1915 90-ാം ആണ്ട് ലഹള, 1915 തന്നെ നടത്തിയ പെരിനാട് ലഹള എന്നറിയപ്പെടുന്ന കല്ലുമാല സമരം. മലയാളി മെമ്മോറിയൽ. ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് തിരുവിതാംകൂറിലെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണരെയാണ് നിയമിച്ചിരുന്നത്. ഈ പ്രവണത അവസാനിപ്പിക്കണമെന്നും ഉയർന്ന ഉദ്യോഗങ്ങളിൽ തിരുവിതാംകൂറുകാരെ പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് 1891 ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ച നിവേദനമാണ് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ ഒരു നിവേദനമാണ്. അത് സമർപ്പിക്കപ്പെട്ടത് 1891. അത് സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനാണ്. തിരുവിതാംകൂറിലെ ഉയർന്ന ഉദ്യോഗങ്ങളിൽ തിരുവിതാംകൂറുകാരെ പരിഗണിക്കണമെന്നുള്ളതായിരുന്നു ഈ നിവേദനത്തിലെ ആവശ്യം. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ G.P. പിള്ള.
നിവേദനം എഴുതി തയ്യാറാക്കിയത് പ്രശസ്ത നോവലിസ്റ്റ് CV രാമൻപിള്ളയാണ്. 10,028 പേരാണ് ഈ ഹർജിയിൽ ഒപ്പുവെച്ചത്. 1891 പുതുവത്സര ദിനത്തിൽ, അതായത് ജനുവരി 1 മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടു. ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. ഈഴവ മെമ്മോറിയൽ ഈഴവാദി പിന്നോക്ക സമുദായങ്ങൾക്ക് സർക്കാർ സർവീസിൽ പ്രാതിനിധ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 1896 സെപ്റ്റംബർ 3 ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ച നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. നമുക്കറിയാം, മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് 1891, എന്നാൽ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് 1896 സെപ്റ്റംബർ 3 ശ്രീമൂലം തിരുനാൾ മഹാരാജാവിനാണ് ആ നിവേദനം സമർപ്പിക്കപ്പെട്ടത്. 13,176 പേർ ഒപ്പിട്ട നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ. ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിലാണ് മഹാരാജാവിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. 1900 ബ്രിട്ടീഷ് ഇന്ത്യൻ വൈസ്രോയായ കഴ്സൺ പ്രഭു കേരളത്തിലെത്തിയപ്പോൾ ഇതേ നിവേദനം, അതായത് ഈഴവ മെമ്മോറിയൽ, കഴ്സൺ പ്രഭുവിനും സമർപ്പിക്കുകയുണ്ടായി. ഇത് രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നു. ഓർക്കുക, മലയാളി മെമ്മോറിയൽ 1891, ഈഴവ മെമ്മോറിയൽ 1896. ഇവ രണ്ടും സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്. രണ്ടാം ഈഴവ മെമ്മോറിയൽ 1900 സമർപ്പിക്കപ്പെട്ടത്. കഴ്സൺ പ്രഭുവിനാണ് സമർപ്പിച്ചത്. 1921 മലബാർ കലാപം. ഖിലാഫത്ത് പ്രസ്ഥാനത്തോടനുബന്ധിച്ച് മലബാറിലുണ്ടായ ലഹളയാണ് മലബാർ ലഹള. മാപ്പിള ലഹളയെന്നും ഇതറിയപ്പെടുന്നു. മലബാർ ലഹളയോടനുബന്ധിച്ച 2 പ്രധാന സംഭവങ്ങളാണ് പൂക്കോട്ടൂർ യുദ്ധവും വാഗൺ ട്രാജഡിയും. 1921 നവംബറിലാണ് വാഗൺ ട്രാജഡി ഉണ്ടായത്. മാപ്പിള ലഹളയോടനുബന്ധിച്ച് നടന്ന കരളിലിരിക്കുന്ന ഒരു സംഭവമാണ് വാഗൺ ട്രാജഡി. 1921 നവംബർ മാസമാണ് വാഗൺ ട്രാജഡി ഉണ്ടായത്. അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രക്ഷോഭകാരികളെ കുത്തി നിറച്ച ഗുഡ്സ് വാഗണിൽ തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. മാർഗമധ്യേ പോത്തന്നൂരെത്തിയപ്പോഴേക്കും അവരിൽ 70ഓളം പേർ ശ്വാസം മുട്ടി മരിച്ചു കഴിഞ്ഞിരുന്നു. ഈ സംഭവമാണ് വാഗൺ ട്രാജഡി. വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, സീതി കോയ തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവരാണ് മാപ്പിള ലഹളയ്ക്ക്, മലബാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. വാഗൺ ട്രാജഡിയെപ്പറ്റി അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ നാബ് കമ്മീഷൻ. മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച കണ്ഠകാവ്യമാണ് ദുരവസ്ഥ. കലാപകാരികളിൽ നിന്ന് രക്ഷപ്പെട്ട നമ്പൂതിരി യുവതിയായ സാവിത്രി ചാത്തൻ എന്ന പുലയുവാവിൻ്റെ കുടലിൽ എത്തിപ്പെടുന്നതും അവർക്കിടയിൽ പുതിയൊരു ബന്ധം നാമ്പിടുന്നതുമാണ് കവിതയിലെ പ്രമേയം. ജാതി വ്യവസ്ഥയ്ക്കെതിരെ ശബ്ദിക്കുകയും മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്വദേശ കൃതിയാണ് കുമാരനാശാൻ്റെ ദുരവസ്ഥ. ഈ കൃതിയിലെ പ്രസക്തമായ വരികളാണ്: മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളീ നിങ്ങളെത്താൻ. മലബാർ കലാപത്തെ പരാമർശിക്കുന്ന ഉറൂബിൻ്റെ പ്രശസ്തമായ നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും. ഉറൂബിൻ്റെ യഥാർത്ഥ നാമം PC കുട്ടിക്കൃഷ്ണൻ എന്നാണ്. ഉറൂബ് എന്നറിയപ്പെടുന്ന PC കുട്ടിക്കൃഷ്ണൻ്റെ മറ്റു 2 പ്രധാന രചനകളാണ് ഉമ്മാച്ചു, രാച്ചിയമ്മ. സത്യാഗ്രഹം 1924 ആരംഭിച്ചത്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച 1924 പല സംഭവങ്ങൾ കൊണ്ടും കേരള ചരിത്രത്തിൽ അവിസ്മരണീയമാണ്. 99 വലിയ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന 1099 വെള്ളപ്പൊക്കം 1924 ഉണ്ടായത്. കുമാരനാശാൻ പല്ലനയാറ്റിൽ ബോട്ട് മുങ്ങി മരിച്ചതും 1924. വൈക്കം സത്യാഗ്രഹം 1924 ആരംഭിച്ചു. 1924 മാർച്ച് 30 ആരംഭിച്ച വൈക്കം സത്യാഗ്രഹം 1925 നവംബർ 23 വരെ നീണ്ടുനിന്നു. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചു. 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചു. 603 ദിവസങ്ങൾ നീണ്ടുനിന്ന സത്യാഗ്രഹ സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴിയിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കാനായി നടത്തിയ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. 1924 ആരംഭിച്ച വൈക്കം സത്യാഗ്രഹം 603 ദിവസങ്ങൾ നീണ്ടുനിന്നു. 1925 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിക്കുകയുണ്ടായി. ആദ്യ ദിവസത്തെ സത്യാഗ്രഹികൾ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നിവരായിരുന്നു. ആദ്യ ദിവസത്തെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹികൾ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നിവരായിരുന്നു.
വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. ഇ.വി. രാമസ്വാമി നായ്ക്കർ വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നു. വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി കേരളം സന്ദർശിച്ചത് 1925. 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചു. ശുചീന്ദ്രം സത്യാഗ്രഹം 1926 ശുചീന്ദ്രം സത്യാഗ്രഹം നടന്നത്. ശുചീന്ദ്രം ശിവക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടത്തിയ സത്യാഗ്രഹമാണ് 1926 ശുചീന്ദ്രം സത്യാഗ്രഹം. കേരളത്തിലെ പ്രക്ഷോഭങ്ങളെയും കലാപങ്ങളെയും സമരങ്ങളെയും പറ്റിയുള്ള പഠനം ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ തുടരും. വിജയാശംസകൾ. ഗുഡ് ബൈ.